വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഇംഗ്ലീഷിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഡിസ്കോസ് ഐറ്റംസ്, ചാപ്റ്റർ സമ്മറി തുടങ്ങിയവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചാപ്റ്റർ സമ്മറി നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ജോയ്സ് ആൻഡ് സോറോസ്, എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റീസ്. ഈ ചാപ്റ്ററിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്തിനെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്? ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ജോയ്സ് ആൻഡ് സോറോസ്, എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയാലിറ്റീസ്. It is an interesting story about a girl named Maggie and her mother, Mrs. Clifford, who had a poor family background in London. ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് മാഗി. പിന്നീട് അവളുടെ മദറിൻ്റെ നെയിം മിസ്സസ് ക്ലിഫോർഡ് ആണ്. ഇവർ ലണ്ടനിൽ ജീവിക്കുന്ന ഒരു പുവർ ഫാമിലിയാണ് മാഗി. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് മാഗി. ഈ സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് മാഗി. മിസ്റ്റർ ഗുപ്ത വാസ് ആൻ ഇന്ത്യൻ വർക്കിംഗ് ഇൻ ലണ്ടൻ. ഈ സ്റ്റോറിയിലെ നരേറ്റർ എന്ന് പറയുന്നത് മിസ്റ്റർ ഗുപ്തയാണ്. He was an Indian. He was working in London. One day, Mr. Gupta met Maggie at a restaurant. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് മിസ്റ്റർ ഗുപ്ത മാഗിയെ ഫസ്റ്റ് കണ്ടുമുട്ടുന്നത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. ആ സമയത്ത് മാഗി മിസ്റ്റർ ഗുപ്തയെ ശ്രദ്ധിക്കുന്നുണ്ട്. മിസ്റ്റർ ഗുപ്ത മാഗിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്നിട്ട് എന്ത് മനസ്സിലാക്കുന്നു? ഷി വാസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. തൊട്ടടുത്ത ഷോപ്പിലാണ് മാഗി വർക്ക് ചെയ്യുന്നത്. ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ് ബിക്കോസ് ഇറ്റ് വാസ് മെക്കാനിക്കൽ. മാഗി ഒരിക്കലും തൻ്റെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ? ടു ബിക്കം എ സെക്രട്ടറി. ഒരു സെക്രട്ടറിയുടെ ജോലി ചെയ്യുന്നതാണ് മാഗി ഇഷ്ടപ്പെടുന്നത്. മാഗി ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ വാസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു ഈ സ്റ്റോറിയുടെ ഒരു തീമായിട്ട് വരുന്നത് എന്താണ്? ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. ഹോപ്പിനും ഫെയ്ത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മാഗി ഇന്ത്യയെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഇന്ത്യ ഈസ് എ കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഹർ ബ്രദർ ഫ്രാങ്ക് വാസ് എ സോൾജർ ഇൻ ഇന്ത്യ ആൻഡ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം. പിന്നീട് നമുക്ക് എന്തറിയാം? മാഗിയുടെ ബ്രദറായിട്ടുള്ള ഫ്രാങ്ക് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലാണ്. ഹി വാസ് വർക്കിംഗ് ആസ് എ സോൾജർ. ബട്ട് ദ സാഡ് തിങ് ഈസ് ദാറ്റ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം. ഷി വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. മാഗി വാണ്ടഡ് ടു നോ അബൌട്ട് ഹർ ബ്രദർ. Maggie requested Gupta to look into the crystal ring and say if her brother Frank was alive. പിന്നെ ഈ സ്റ്റോറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിൽ ഒരുപാട് സൂപ്പർസ്റ്റിഷൻ ഉണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ മാഗിക്ക് ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്നൊരു മാജിക്കൽ റിങ് അയച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്? ഈ മാജിക്കൽ റിങ്ങിൽ ഒരാളെ പ്രതീക്ഷിച്ച്, ഒരാളെ ആലോചിച്ച് നോക്കിയാൽ അയാളെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാഗി മിസ്റ്റർ ഗുപ്തക്ക് ആ റിങ് കൊടുത്തിട്ട് അതിൽ നോക്കാൻ വേണ്ടി പറയാണ്. ബിക്കോസ് ദർ വാസ് നോ ന്യൂസ് ഫ്രം ദ പാർട്ട് ഓഫ് ഫ്രാങ്ക്. ഫ്രാങ്കിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. സോ മാഗി മിസ്റ്റർ ഗുപ്തയോട് ഈ റിങ്ങിൽ നോക്കാൻ ആവശ്യപ്പെടുകയാണ്. മിസ്റ്റർ ഗുപ്ത ലുക്ക്ഡ് ഇൻ ടു ദ റിങ് ആൻഡ് ടോൾഡ് എ ലൈ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ്. പിന്നീട് നമുക്കറിയാം മിസ്സസ് ക്ലിഫോർഡ്, അതായത് മാഗിയുടെ മദറിന് അസുഖം പിടിപെട്ടിട്ടുണ്ട്. അവരുടെ അസുഖത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫ്രാങ്കിനെ കുറിച്ചുള്ള ആങ്സൈറ്റി ആയിരുന്നു. സോ അവരെ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മിസ്റ്റർ ഗുപ്ത ഒരു കളവ് പറയുന്നുണ്ട്. റിങ്ങിൽ നോക്കിയിട്ട് എന്ത് പറയുന്നുണ്ട്? ഫ്രാങ്ക് വാസ് അലൈവ്. ദ ലൈ ഹെൽപ്ഡ് ടു സേവ് ദ ലൈഫ് ഓഫ് മിസ്സസ് ക്ലിഫോർഡ്. ഈ കളവാണെങ്കിലും അത് കേട്ടപ്പോൾ മിസ്സസ് ക്ലിഫോർഡിന് എന്ത് ചെയ്തു? സന്തോഷമുണ്ടായി. അവർ അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മിസ്റ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. ബട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് മടങ്ങേണ്ട സമയമായി. ആ സമയത്താണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഫ്രാങ്ക് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ടു. മാഗി വിസിറ്റഡ് മിസ്റ്റർ ഗുപ്ത ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ ഇന്ത്യ. അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ മാഗി അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാണ്. ഷീ ഗേവ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് ടു പ്ലേസ് ഇറ്റ് ഓൺ ദ ഗ്രേവ് ഓഫ് ഹർ ബ്രദർ. എന്നിട്ട് മാഗി എന്ത് ചെയ്യാണ്? മിസ്റ്റർ ഗുപ്തക്ക് ഒരു ഷില്ലിംഗ് കൊടുത്തിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഇന്ത്യയിലെ അവളുടെ ബ്രദറിനെ അടക്കം ചെയ്ത ഗ്രേവിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഷില്ലിംഗ് ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് വെക്കണമെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ ഗുപ്ത റിസീവ്ഡ് ദ ഷില്ലിംഗ്. മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്തു? ആ ഷില്ലിംഗ് സ്വീകരിക്കുന്നുണ്ട്. ഇറ്റ് ഗേവ് ഹർ ജോയ് ബിയോണ്ട് ഓൾ പ്രൈസ്. അതെന്ത് ചെയ്തു? മാഗിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. കാരണം എന്താ? തൻ്റെ ബ്രദറിന് അത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നാണ് മാഗി ചിന്തിക്കുന്നത്. സോ ഇവിടുന്നാണ് നമുക്ക് ടൈറ്റിൽ വരുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്.
The Price of Flowers is a story of miraculous bonds of human relationship cemented in hope and faith. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പറയാം? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറി ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ബന്ധനത്തെക്കുറിച്ചാണ് പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഫെയ്ത്ത്, ഹോപ്പ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലിസൺ. മാഗി ഓർ ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഷീ ഈസ് 13 years old. Her eyes and clothing showed her poverty. Her family includes her widowed mother and a brother. He was working as a soldier in Punjab. Maggie met Mr. Gupta at a restaurant. She was interested in him for an unknown reason. She shared her sorrows with Mr. Gupta. For Maggie, India was a land of tigers, snakes, and fevers. She believed that most Indians were vegetarians. Maggie worked as a typist. She was not satisfied with her job because it was mechanical. She played violin very well. She was extremely concerned about her mother, who worked hard by selling cakes to support her. Like her mother, she was also haunted by the thought of her brother Frank. There had been no news of Frank for a long. She was very nostalgic about her brother Frank. She gave away a shilling to Mr. Gupta for buying flowers to be kept on the grave of her brother. She is a symbol of love, innocence, and dedication. Maggie is a touching character in the story The Price of Flowers. അപ്പോൾ മാഗിയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിക്കവാറും 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഈ പോയിൻറ്റ്സൊക്കെ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതാണ് പോയിൻറ്റ്സ് മാത്രം വായിച്ചിട്ട് പോയത്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം നരേറ്ററാണ് മിസ്റ്റർ ഗുപ്ത. എന്തൊക്കെ പോയിൻ്റൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. മിസ്റ്റർ ഗുപ്ത ഈസ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഹീ ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ സ്റ്റേയിങ് ഇൻ ഇംഗ്ലണ്ട്. He is a learned and educated gentleman. One day, he met Maggie at a restaurant. He was curious about the girl because he found she was curious about him. He went to Maggie's mother when she was sick. Mr. Gupta was surprised that Maggie and her family were highly superstitious. Though he couldn't see anything through the crystal ring, he told a lie that Frank was alive. It was his caring nature that made him hide the fact about Frank's death. He was forced to tell a lie that Frank was alive. Gupta was a kind and compassionate person. He considered Maggie as a sister. Maggie visited Mr. Gupta before he left for India. Maggie gave a shilling to buy flowers and to place it on the grave of her brother. Gupta accepted the shilling because Maggie would feel consoled whenever she did something for her brother. His simplicity and humility made the difference. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഗുപ്തയെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ പോയിൻറ്റ്സ് ഒക്കെ നേരത്തെ ചാപ്റ്ററിൻ്റെ സമ്മറി പറയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് ആൻസർ എഴുതുക. സോ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിൻ്റാണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻഫോർമൽ ലെറ്റർ, ദാറ്റ് മീൻസ് പേഴ്സണൽ ലെറ്റർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് എഴുതുന്ന ലെറ്റർ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ലെറ്ററിൻ്റെ ഫോമാറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വരേണ്ടത് പ്ലേസ്, ഡേറ്റ് എന്നിവയാണ്. ഇവിടെ മാഗി എഴുതുന്നതായതുകൊണ്ട് തന്നെ ഒരു ഹൗസ് നെയിം കൊടുക്കണം, എന്നിട്ട് പ്ലേസ് ലണ്ടൻ എന്ന് നൽകുക. ദെൻ സല്യൂട്ടേഷൻ വേണം. സല്യൂട്ടേഷൻ എങ്ങനെ കൊടുക്കാം? ഡിയർ മിസ്റ്റർ ഗുപ്ത എന്ന് കൊടുക്കാം. ദെൻ പാരഗ്രാഫായി കാര്യങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റ് കൺക്ലൂഡിങ് ഫ്രേസ് വേണം. കൺക്ലൂഡിങ് ഫ്രേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? യുവേഴ്സ് ലവിംഗ്ലി, വിത്ത് ലവ് മുതലായ ഫ്രേസിനാണ് കൺക്ലൂഡിങ് ഫ്രേസ് എന്ന് പറയുന്നത്. ദെൻ അതിന് താഴെ നെയിം കൊടുക്കണം, അതിന് താഴെ SD സിഗ്നേച്ചർ കൊടുക്കണം. ഇനി ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസൺ. മാഗി റൈറ്റ്സ് എ ലെറ്റർ ടു മിസ്റ്റർ ഗുപ്ത അപ്രിഷിയേറ്റിംഗ് ഹിം ഫോർ ഹിസ് ലവ് ആൻഡ് കെയർ. പ്രിപ്പയർ ദ ലെറ്റർ. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്?
മാഗി മിഷ ഗുപ്തയ്ക്ക് അദ്ദേഹം നൽകിയ സ്നേഹത്തിനും കെയറിനൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാണ്. പ്രിപ്പയർ ദ ലെറ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, ക്വസ്റ്റൻ എന്താണ്? പേഴ്സണൽ ലെറ്ററാണ്, ഇൻഫോർമൽ ലെറ്ററാണ്. ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്ലേസ് ഡേറ്റ് വേണം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ ഇമേജിൽ അത് കാണുന്നില്ല, നിങ്ങൾ ആഡ് ചെയ്യണം. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പ്ലേസ് ഡേറ്റ് വേണം. ദെൻ സല്യൂട്ടേഷൻ കൊടുക്കുക, ഡിയർ മിസ്റ്റർ ഗുപ്ത, hope you are fine. How is your new job? Hope you have visited my brother's grave. I can never forget those sweet moments I had with you. I really appreciate you for your good deeds. I am happy there are people like you in this world. Your words and deeds refreshed our life. My mother always talks about you. If you visit London again, we will arrange accommodation and food in our house. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതി. ദെൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു സം ഡേ. താഴെ ലവിങ്ലി നെയിം. ഓക്കെ, ഇത്രയാണ് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ്. ശ്രദ്ധിക്കുക, ഇൻഫോർമൽ ലെറ്റർ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് റിവ്യൂ നോക്കി വെക്കണം. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ടൈറ്റിൽ എന്ന ക്വസ്റ്റനും 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അതും ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ളവയുടെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചില ജനറൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്, റൈറ്റപ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ യങ് വില്ലേജ് ബോയ് ഇൻ ഐ വിൽ ഫ്ലൈ വാണ്ട്സ് ടു ബി എ മറൈൻ എഞ്ചിനീയർ. മാഗി ലൈക്സ് ടു ഡു ദ വർക്ക് ഓഫ് എ സെക്രട്ടറി ഇൻ ഫ്യൂച്ചർ. വാട്ട് ഡു യു വാണ്ട് ടു ബി ഇൻ യുവർ ഫ്യൂച്ചർ? പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ യുവർ കരിയർ പ്ലാൻസ് ആൻഡ് എക്സ്പ്ലെയിൻ വൈ യു ലൈക്ക് ഇറ്റ്. ഇവിടെ ക്വസ്റ്റൻ എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള 2 ചാപ്റ്ററിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് നമ്മോട് ചോദിക്കുന്നത്. ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം ബോയ് ആവശ്യപ്പെടുന്നത്, അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. അതേപോലെ മാഗി ഇഷ്ടപ്പെടുന്നത് ടു ബിക്കം എ സെക്രട്ടറി, ഒരു സെക്രട്ടറി ആവാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് ജനറൽ ക്വസ്റ്റനാണ്, നിങ്ങളോടാണ് ചോദിക്കുന്നത്, ഒരു റൈറ്റപ്പ് എഴുതാൻ പറയാണ്, ഒരു കുറിപ്പ് എഴുതാൻ പറയാണ്. പാരഗ്രാഫ് ക്വസ്റ്റൻ ആണ്. എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു ബി ഇൻ യുവർ ഫ്യൂച്ചർ? നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ജനറൽ ക്വസ്റ്റൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം, അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഐ ഹാവ് എ ഡ്രീം. ഐ വുഡ് ലൈക്ക് ടു ബി എ ടീച്ചർ ഇൻ മൈ ലൈഫ്. അതായത് ടീച്ചർ ആവാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ഒരു പാരഗ്രാഫാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയറിനെ കുറിച്ച് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രം, ടീച്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ നോബിൾ പ്രൊഫഷൻ. എ ടീച്ചർ ഈസ് ആൾവേസ് റെസ്പെക്റ്റഡ് ബൈ ദ സൊസൈറ്റി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ടീച്ചർ ക്യാൻ മോൾഡ് എ പേഴ്സൺ. ഹി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ സ്ട്രോങ്ങസ്റ്റ് പില്ലർ ഓഫ് ദ സൊസൈറ്റി. എ ടീച്ചർ ഇൻഫ്ലുവൻസസ് ദ സൊസൈറ്റി അറൗണ്ട് ഹിം. എ ടീച്ചർ ആൾവേസ് ആക്ട്സ് ആസ് എ സോഷ്യൽ എഞ്ചിനീയർ. Any positive change in society is brought about by a teacher. A teacher can bring revolutionary changes in the society. So, I will work hard to be a promising teacher. I will do my best to achieve my goal. അപ്പോൾ ജനറൽ ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച്, നമ്മുടെ അംബീഷനെ കുറിച്ചാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മാഗി അല്ലെങ്കിൽ വില്ലേജ് ബോയ് എന്നൊക്കെ കാണുമ്പോൾ ആ ക്യാരക്ടർ സ്കെച്ച് എഴുതി വെക്കരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നോക്കണം. റൈറ്റപ്പ് എഴുതാനാണ്, അപ്പോൾ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ചാപ്റ്റർ റിലേറ്റഡ് നോട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാം. താങ്ക്